ശാന്തിഗിരി ഫെസ്റ്റിൽ വിവിധമായ കാഴ്ചകൾ മാത്രമല്ല പാരമ്പര്യ ചികിത്സാ രീതിയായ സിദ്ധവൈദ്യത്തെക്കുറിച്ചുള്ള അറിവും കൂടി പകരുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ പരിണമിച്ച പരമ്പരാഗത ചികിത്സാ സമ്പ്രദായമാണ് സിദ്ധവൈദ്യം. തമിഴ്നാടാണ് സിദ്ധവൈദ്യത്തിന്റെ ആരംഭമെങ്കിലും കേരളത്തിലും പ്രചാരത്തിലുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ചികിത്സാ രീതി അറിയാൻ ശാന്തിഗിരിയിലെത്താം. ഇന്ന് നമ്മുടെ ഈ ഒരു സ്റ്റോളിൽ നമ്മൾ സിദ്ധവൈദ്യത്തിനെ പറ്റിയുള്ള ജനങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള ഒരു അവയർനെസ് കൊടുക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. അത് തന്നെ സിദ്ധവൈദ്യത്തിൽ നമ്മളുടെ പ്രദേശത്തെ ഭൂപ്രകൃതിയെ 5ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ, പാല എന്ന് പറഞ്ഞ്, അതായത് മലനിരകളും ഫോറസ്റ്റും ഫെർട്ടൈൽ ലാൻഡായിട്ടും ഡെസർട്ടായിട്ടും കോസ്റ്റൽ റീജിയനായിട്ട് 5ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 5 പ്രദേശങ്ങളിലും വരുന്ന പ്രത്യേക അസുഖങ്ങളെ പറ്റിയും അതിനുള്ള പ്രതിവിധികളെ പറ്റിയും എല്ലാം സിദ്ധവൈദ്യത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സിദ്ധ ഔഷധ സമ്പ്രദായം അനുസരിച്ച് ഭക്ഷണരീതി ആരോഗ്യത്തിലും രോഗമുക്തിയിലും വലിയ സ്വാധീനം ചെലുത്തുന്നുവെന്നാണ്. അത്തരം ഭക്ഷണങ്ങളും സ്റ്റോളിൽ രുചിച്ചറിയാം. ഇന്ന് നമ്മളുടെ നിലവിലെ സാഹചര്യത്തിൽ ഒരുപാട് അസുഖങ്ങൾക്ക് കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളും നമ്മുടെ ആഹാര രീതിയിൽ വന്ന മാറ്റങ്ങളും അത് കഴിക്കുന്ന സമയങ്ങളിൽ വന്ന മാറ്റങ്ങളാണ്. അതിനെപ്പറ്റി വളരെ വിശദമായി നമ്മൾ സിദ്ധവൈദ്യത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഓരോ ആഹാരവും നമ്മൾ എങ്ങനെയാണ് കഴിക്കുന്നത്, അതിനെപ്പറ്റിയുള്ള ഔഷധ ഗുണങ്ങളെപ്പറ്റിയെല്ലാം നമ്മൾ സിദ്ധവൈദ്യത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സിദ്ധവൈദ്യശാസ്ത്രത്തിലെ ചികിത്സാ രീതികൾ മുതൽ മരുന്നുകളും പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്ന ശസ്ത്രക്രിയാ ഉപകരണങ്ങളും സ്റ്റാളിൽ ആളുകൾക്ക് കണ്ട് കേട്ടു മനസ്സിലാക്കാം. 24 തിരുവനന്തപുരം.